യമനിലെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ശിഷ്യൻ കൂടിയായ ജവാദ് മുസ്തഫവി ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ജവാദ് മുസ്തഫവി ഇതിനകത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ സുഹൃത്തും ഇവിടെ മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം നേരിട്ടെത്തുകയും ചെയ്ത ഈ ഷെയ്ഖ് ഹബീബ് ഉമർ, അദ്ദേഹം അവിടുത്തെ സൂഫി വര്യനാണ്. ഒരു ഉത്തര യമനിലെ ഗോത്രമേഖലയിൽ പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ സൂഫി വര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇടപെട്ട ശേഷം ഈ തലാലിന്റെ ബന്ധുവിനെ കൂടി ഒപ്പമിരുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനും അതുവഴി ദയാധനം സ്വീകരിക്കാൻ പാകത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം സന്തോഷം തരുന്നതാണ്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം എന്നത് സാധ്യമാകും എന്ന ഒരു പ്രതീക്ഷ നമ്മുടെ മുന്നിലേക്ക് നൽകുന്നതാണ് ഈ തീരുമാനങ്ങളൊക്കെ. ജവാദ് മുസ്തഫവി, താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം യമനിലെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഇടപെടലുകളെ കുറിച്ച്? തീർച്ചയായും ഞാൻ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമർ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലോടുകൂടി ഹബീബ് ഉമർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത് 2 ദിവസം മുമ്പ് യമനിലെ ചില സുഹൃത്തുക്കളിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ കേസിൽ ഇടപെട്ട ഒരാൾ എന്ന നിലക്ക് നേരത്തെ ഇവിടെ സംസാരിച്ച സാമുവലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും എന്നോട് പറഞ്ഞത് ഇതുവരെ ഒന്നുമായിട്ടില്ല, വി നീഡ് ഇന്റർവെൻഷൻ ഇൻ നോർത്ത് യമനിൽ ഞങ്ങൾ ആരുടെയെങ്കിലും ഇടപെടലുകൾ സഹായങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് മിനഞ്ഞാന്ന് അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ നോക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കോണ്ടാക്റ്റ് ഉണ്ടോ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരെ കോണ്ടാക്റ്റും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം എനിക്ക് റിപ്ലൈ തന്നിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് ശക്തമായ ഇടപെടലുണ്ടാകുന്നു. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാകാത്ത പക്ഷം അവരവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെടുന്നു. ലഭ്യമായ ചാണ്ടി ഉമ്മൻ കാന്തപുരം ഉസ്താദിന് നൽകിയ പാസ്പോർട്ടിന്റെ പകർപ്പ് വെച്ച് അവരവിടുന്ന് കേസ് ഹിസ്റ്ററി എടുക്കുന്നു. ഇത് ഞാൻ യമനിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളാണ് പറയുന്നത്. കാന്തപുരത്തിൽ നിന്ന് വെരിഫൈ ചെയ്യുന്നു ഇത് തന്നെയാണോ കേസ് എന്ന്. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഒരു പ്രതിനിധി സംഘം, അതും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദര പുത്രനും അദ്ദേഹത്തിന്റെ ദാറുൽ മുസ്തഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോയിന്റ് റെക്ടറുമായിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ഹബീബ് അലി അൽ മഷ്ഹൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് സൗത്ത് യമനിലെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെ തലാലിന്റെ നാടായ ധമാറിലേക്ക് അയക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വർഷങ്ങൾ യമനിൽ ജീവിച്ച, അവിടെ പഠിച്ച, അവിടുത്തെ സമൂഹങ്ങളുമായി സൗഹൃദമുള്ള, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ ആ നാട്ടുകാരാണ്, അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സംസ്കാരവും രീതിയും അറിയുന്ന ഒരാളാണ്. നിലവിൽ അവിടെ വ്യവസ്ഥാപിതമായ ഭരണകൂടമോ രാഷ്ട്രീയ സിസ്റ്റമോ ഇല്ലാത്ത ഒരു നാടാണ് യമൻ എന്ന് പറയുന്നത്. അതൻ കേന്ദ്രീകരിച്ച് ഒരു ഔദ്യോഗിക ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. പഴയ ക്യാപിറ്റൽ സിറ്റിയായ സെന കേന്ദ്രീകരിച്ച് ഉത്തര യമനിൽ ഹൂത്തികളുടെ അധിനിവേശ പ്രദേശവുമാണ്. പ്രോപ്പറായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളോ ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങളോ വിദേശ രാജ്യങ്ങളുടെ എംബസികളോ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു വിദേശ ബന്ധങ്ങളോ മറ്റോ അല്ല അവിടെ ഉള്ളത്. അവിടുത്തെ എയർ സർവീസുകൾ പോലും വളരെ ദുർലഭമാണ്. ഇപ്പോൾ സൗത്ത് യമനിലും മറ്റൊക്കെയുള്ള ആളുകൾ മണിക്കൂറുകളോളം ട്രാവൽ ചെയ്ത് ഒമാനിൽ ബൈ റോഡ് പോയിട്ട് അവിടെ നിന്നാണ് വിദേശത്തേക്കൊക്കെ ചികിത്സ പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അവർ പോകാറ് പോലുള്ളത്. അപ്പം അത്തരൊരു സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് തലങ്ങളിൽ ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്, സാധ്യമല്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഇന്നലെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ നിസ്സഹായരാണ്, ഒരു ഷെയ്ഖ് ഇതിൽ ഇടപെടുന്നു എന്ന് പറയുന്നത്. അവിടെ തന്നെ ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നിസ്സഹായർ എന്ന പ്രയോഗമല്ല അദ്ദേഹം ഓറൽ സബ്മിഷനിൽ നൽകിയിരിക്കുന്നത്. പരിമിതികളുണ്ട് ഇടപെടുന്നതിന്. കാരണം അവിടെ പ്രയോഗമല്ല, ആശയം പരിമിതികളുണ്ട്. കറക്റ്റ്. തീർച്ചയായും. രണ്ടാമത്തത്, ഗവൺമെന്റ് തലത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ തന്നെ ഇതൊരു ഗവൺമെന്റ് തീരുമാനിക്കേണ്ട വിഷയമല്ല. യമനിലുള്ള ജിനായത്ത് കോർട്ടിൽ, അതായത് ക്രിമിനൽ കോടതി, ജിനായത്ത് കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഈ കേസിൽ യമനിന്റെ ശരിയ ലോ പ്രകാരമാണ് അവിടുത്തെ എക്സിക്യൂഷൻ സംഭവിക്കുക. അപ്പൊ അതിൽ ഈ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഗവൺമെന്റോ യമൻ പ്രസിഡന്റിന് പോലും അതിൽ പിന്നെ തീരുമാനമില്ല. അപ്പൊ ശരി ആ ലോ പ്രകാരം പിന്നെ അതിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ ഇരയുടെ രക്തബന്ധുക്കളാണ്. അപ്പൊ
അപ്പോൾ തലാലിൻ്റെ കുടുംബത്തെ അനുനയിപ്പിക്കുക, അവരുടെ സമ്മതം കിട്ടുക എന്നതായിരുന്നു ഇതിൽ പ്രധാനം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇടപെട്ട ആളുകൾക്ക് ഈ കുടുംബവുമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് എന്ന്? ഇപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ യമനിലുള്ള ഈ ദമാറിലും നോർത്ത് യമൻ പ്രവിശ്യയിലുമുള്ള യുവാക്കളുടെ വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. ഞങ്ങളുടെ സഹോദരന് നീതി കിട്ടി, രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട് മുസ്തഫവി, ഇപ്പോഴും ഇതേ താങ്കൾ ഈ പറഞ്ഞ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ രക്തത്തിന് പകരം പണം കൊടുത്ത് വാങ്ങുന്ന സംവിധാനത്തെ അവർ എതിർക്കുന്നുണ്ട്. ഇതൊരു നിയമ സംവിധാനത്തിന് നാണക്കേടായിരിക്കും എന്നൊക്കെയുള്ള വലിയ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായി ഇപ്പോഴും നടക്കുന്നുണ്ട്. പറഞ്ഞോളൂ. തീർച്ചയായും. അപ്പൊ ഈ ഒരു വൈകാരികമായ അത്രയും വലിയ വിക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇടപെടുക എന്നുള്ളത്, പ്രത്യേകിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ സിസ്റ്റം ഇല്ലാത്ത, നമ്മൾ സെക്യൂർ അല്ലാത്തൊരു സ്ഥലത്ത് പോയി ഡിസ്കഷൻ നടത്തുക എന്നുള്ളത് ഒരിക്കലും സേഫ് അല്ല, അത് പോസിബിൾ അല്ല. അവിടെയാണ് യമനിൽ ഏറ്റവും സ്വാധീനമുള്ള ഈ സൂഫി ലീഡറായിട്ടുള്ള ഹബീബ് ഉമർ കാന്തപുരത്തിന്റെ നിർദ്ദേശം കൊണ്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഹബീബ് ഉമർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം യമനിൽ മാത്രം ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള, ഇപ്പം ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയും ജോർദാനിലെ റോയൽ സ്ട്രാറ്റജിക് സ്റ്റഡി സെന്ററും പ്രസിദ്ധീകരിക്കുന്ന ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിങ്ങളുടെ ഒരു റാങ്കിങ് ലിസ്റ്റ് ഉണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് വരുന്ന ഒരാളാണ് ഹബീബ് ഉമർ. ഇപ്പൊ യമനിൽ ഈ കുടുംബം പോലും, ഇപ്പൊ നോർത്ത് യമൻ ഹൂത്തികളുടെ അധിനിവേശ പ്രദേശമാണെങ്കിലും അവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങള് സൂഫി സുന്നി വിശ്വാസികളാണ്. ഈ തലാലിന്റെ കുടുംബം പോലും സൂഫി ധാരയിൽ വരുന്ന ഫാമിലിയാണ്. അപ്പോൾ ഹബീബ് ഉമറിന്റെ ഇടപെടലുകൾ അതിൽ വലിയ ഒരു പ്രതീക്ഷാവഹമായ ഒരു സംഭവമായി മാറുന്നു. അലി മഷ്ഹൂർ അവിടെ എത്തി ചർച്ചകൾ കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ ഇതിനെ സമ്മതിക്കുമ്പോഴും കുറച്ച് യുവാക്കൾ, പ്രത്യേകിച്ച് തലാലിന്റെ സുഹൃത്തുക്കളും കസിൻസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകൾ അവർ വളരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഹബീബ് ഉമർ സൗത്ത് യമനിലെ ഹുദൈദയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ അമീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ തലാലിന്റെ ഉമ്മയുടെ അമ്മാവന്റെ മകനാണ്, അവരുടെ ഒരു ബന്ധുവാണ്. മാത്രമല്ല അദ്ദേഹം ഈ നമ്മുടെ